രേണുസുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൽബം ഒക്കെ ഇറങ്ങിയ സമയത്ത് ആൾക്കാരെല്ലാം രേണുസുധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ ഒരു കാര്യം അതിനകത്ത് ഭയങ്കര ഇൻറ്റിമസി ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ആൾക്കാർ കാണുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇനി ഇതും സുധി ചേട്ടന് വേണ്ടിയാന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് രേണുസുധിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം വീഡിയോസ് രേണുവിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രേണു തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെപ്പറ്റി ആരെങ്കിലും വീഡിയോ ചെയ്താൽ അവർക്കെല്ലാം റീച്ചാണ്, നിങ്ങൾക്കും റീച്ച് ആവണമെങ്കിൽ എൻ്റെ പേര് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ രേണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയേണ്ടവർക്കെല്ലാം പറയാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുന്നത്, കിച്ചുവിന് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ഇങ്ങനെ അമ്മയുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിന് കിച്ചുവിന് പ്രശ്നമില്ലേ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ ഇൻ്റർവ്യൂസിൽ കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചർച്ചാ വിഷയമാക്കുന്നത്. നേരത്തെ ഇതേ കണക്ക് കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇതേ കണക്കൊന്നും ചെയ്യുന്നതിൽ പ്രശ്നമില്ലേ എന്നുള്ള കാര്യം. അപ്പം കിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എനിക്ക് എൻ്റെ അമ്മയെ അറിയാം, എനിക്ക് അതിലൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നം എന്നുള്ള രീതിയിലാണ് കിച്ചു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.